നമസ്കാരം. യാത്രയ്ക്കിടയിൽ നമ്മളുടെയൊക്കെ തോളിൽ ചാരിയിരുന്ന് ഉറങ്ങി നമ്മളെ ശല്യം ചെയ്യുന്ന പലരെയും നമ്മൾ കാണാറുണ്ട്. എങ്ങനെ നേരെ ഇരുന്ന് ദീർഘമായ യാത്രയിൽ ഉറങ്ങാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ദീർഘദൂര യാത്രകൾ വളരെയധികം ആസ്വദിക്കുന്ന വ്യക്തികളുണ്ട്. ആ സമയം വിശ്രമത്തിന് വേണ്ടി, മെഡിറ്റേഷന് വേണ്ടി ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് ജോലി തിരക്കുകളൊന്നുമില്ലാത്ത നല്ല സമയമാണ്. ഒരു മണിക്കൂർ കിട്ടിയാൽ പോലും യാത്രകൾ നമുക്ക് ഫലപ്രദമായിട്ട്, ആ യാത്ര ചെയ്യുന്ന സമയം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇരിക്കേണ്ടത് നമ്മൾ വേറൊരാളെ ചാരാതെ സ്ട്രെയിറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. ശരീരത്തിനെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിന് വേണ്ടുന്ന ഒരു കാര്യം, ആദ്യം തന്നെ കാല് നിലത്ത് നല്ല മാതിരി ഉറപ്പിക്കണം. 2, നമ്മൾ ഇരിക്കുന്നിടത്ത് ഉറച്ചിരിക്കുക എന്നുള്ളതാണ്. 3 ചെയ്യേണ്ടത് കൈ ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് ക്രോസ് ചെയ്ത് ടൈറ്റായിട്ട് പിടിക്കുക എന്നുള്ളതാണ്. അത് ഈ കൈയാകാം, ഇടത്തെ കൈയാകാം, അല്ലെങ്കിൽ വലത്തെ കൈയാകാം. എവിടെയെങ്കിലും ഒരിടത്തൊന്ന് ടൈറ്റായിട്ട് പിടിക്കാൻ സാധിക്കുക. അപ്പം സൈഡിലെ കമ്പിയിലോ അല്ലെങ്കിൽ ഈ വശത്തെ കൈപിടിയിലോ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചിരിക്കുക. അപ്പോൾ 3 ശരീരം ഉറപ്പിച്ചിരിക്കുകയാണ്, ഉറച്ച സ്റ്റേജിലാണ്. കാലുറപ്പിച്ചിട്ടുണ്ട്, ഇരിപ്പിടം നമ്മൾ ഉറച്ചിട്ടാണ് ഇരിക്കുക, ചാരി ഇരിക്കുകയാണ്. അതുപോലെ ഈ കൈ ഒന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഈ പോസ്ചർ സെറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് വേണമെങ്കിൽ നമ്മൾക്ക് കൈകൊണ്ട് ഇങ്ങനെയൊന്ന് തലയെ താങ്ങി കൊടുക്കാം. അതല്ല എങ്കിൽ ഈ കൈയും വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ക്രോസ് ചെയ്ത് വെച്ചിട്ട് കൈയിനെ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത് കഴുത്ത് നേരെ പിടിക്കുക എന്നുള്ളതാണ്. കഴുത്ത് നേരെ പിടിക്കുക. നമ്മൾ മനസ്സിലൊന്ന് ഓർമ്മയിൽ വെക്കണം. അതായത് ഒരു കാരണവശാലും ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആളുകളിലേക്ക് യാതൊരു കാരണവശാലും ഞാൻ അവരെ ചാരുകയോ അല്ലെങ്കിൽ അവർക്ക് ശല്യം ഉണ്ടാക്കുകയോ ചെയ്യുകയില്ല. മാന്യമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞ് ഉറപ്പിച്ച് വയ്ക്കേണ്ടതുണ്ട്. ഇനി നമ്മളുടെ മനസ്സിനോട് എന്താണോ സംസാരിക്കുന്നത് അത് ശരീരത്തെ കൊണ്ട് ചെയ്യിക്കുന്ന ഉത്തരവാദിത്വം മനസ്സിനുണ്ട്. അപ്പോൾ മനസ്സിനൊരു ജോലി കൊടുത്തിരിക്കുകയാണ്. ശരീരത്തെ ഞാൻ ഉറപ്പിച്ചു വെച്ചു. ഇനി മനസ്സിനൊരു ജോലി കൊടുത്തിരിക്കുന്നത് ഈ ശരീരത്തെ ഇങ്ങനെ തന്നെ ഉറച്ച അവസ്ഥയിൽ നിലനിർത്തുന്ന ആ ജോലി മനസ്സിനാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വളരെ ചെറിയ, വളരെ മറ്റാരും ശ്രദ്ധിക്കാത്ത മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് സമീപിക്കും. ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ശരീരത്തിലകത്തെ പഞ്ചഭൂതങ്ങളും സഞ്ചരിക്കുന്നുണ്ട്. അതായത് വായു സഞ്ചരിക്കുന്നുണ്ട്, ജലം സഞ്ചരിക്കുന്നുണ്ട്, അതുപോലെ അഗ്നി, അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിനകത്തെ സ്പേസ് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ട്. അത് സിസ്റ്റമാറ്റിക്കായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ വളരെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ചില മെഡിറ്റേഷൻസ് നമുക്ക് സാധിക്കും. അതിൽ ഞാൻ എപ്പോഴും ഈ അന്തർയോഗയുടെ ഭാഗമായിട്ട് നവഗ്രഹ മെഡിറ്റേഷനാണ് സജസ്റ്റ് ചെയ്യുക. നവഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളെ ഈ ശരീരത്തിനകത്ത് സ്വീകരിക്കുക വഴി പല ശക്തികളെയും നമുക്ക് ശരീരത്തിനകത്ത് ഉണർത്തുവാനായിട്ട് സാധിക്കും എന്ന ഒരു വിശ്വാസത്തോടെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂക്കിൻ്റെ ടിപ്പ് നമ്മൾ സങ്കല്പിക്കുക. ആ മൂക്കിൻ്റെ ടിപ്പ് കൊണ്ട് വളരെ ചെറിയ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, വളരെ ചെറിയൊരു മൂവ്മെൻറ്റിനെ സങ്കല്പിക്കുക. അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പെടുക പോലുമില്ല. ആ വളരെ ചെറിയ ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു സൈഡിലെ വായു സഞ്ചരിക്കുന്നുണ്ട്. ഒരു ചെറിയ കല്ല് കടലിൽ അല്ലെങ്കിൽ പുഴയിലെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അതിന് ചുറ്റും അലകൾ സഞ്ചരിക്കും. അപ്പോൾ ഈ മൂക്കിൻ്റെ ടിപ്പിലെ ഒരു ചെറിയ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ശരീരത്തിനകത്തെ നമ്മുടെ ഓറ എന്ന് പറയുന്ന ഒരു വലയം ശരീരത്തിന് ചുറ്റുമുണ്ട്. ആ ഓറയിൽ സങ്കോച വികാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ശരീരത്തിനകത്തെ വായുവിലും വെള്ളത്തിലും ഒക്കെ അത് എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ശരീരം ഉണർവിലാണ്, എന്നാൽ നിദ്രയിലുമാണ്. കാരണം നമ്മൾ കണ്ണടച്ചിരിക്കുകയാണ്, നമ്മൾ ആരെയും ശ്രദ്ധിക്കുന്നില്ല, പുറത്ത് നടക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല. ഈ ബസ് കൃത്യമായ ഓടിക്കൊണ്ടിരിക്കുമെന്നും കൃത്യസമയത്ത് അത് ലക്ഷ്യത്തിലെത്തുമെന്നുമുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഇരിക്കുക. കുണ്ടിലെ കുഴിയിലെ എവിടെ വീണാലും ഈ കയ്യും കാലും ഉറപ്പിച്ചു വെച്ചിരിക്കുന്നിടത്തോളം കാര്യമായ തകരാറൊന്നും ശരീരത്തിന് സംഭവിക്കുകയില്ല. നമ്മൾ അറിയും, കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ അറിയും. പക്ഷേ വലിയ
ക്ഷതമൊന്നും ശരീരത്തിന് സംഭവിക്കില്ല. മുന്നോട്ടാഞ്ഞാലും പുറകോട്ടാഞ്ഞാലും ഈ കഴുത്തിനെ സ്ട്രൈറ്റാക്കി വെക്കണം എന്ന് നമ്മളൊരു സജഷൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മുന്നോട്ട് പുറകോട്ട് നീങ്ങും, അല്ലാതെ ഇങ്ങനെ ചാടുകയോ തിരിയുകയോ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ഇനി ഈ ടിപ്പിൽ ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണടച്ചു. ഞാൻ ഫസ്റ്റ് റൗണ്ട് വളരെ ചെറിയ മൂവ്മെൻ്റാണ് എടുക്കുന്നത്. അതിനകത്ത് മറ്റുള്ളവരുടെ ശ്രദ്ധിക്കുകയില്ല, പക്ഷേ എൻ്റെ കണ്ണ് കൊണ്ട് ഞാൻ ആ മൂവ്മെൻറ്റിനെ നോക്കുന്നുണ്ട് എന്നും കൂടി സങ്കല്പിക്കണം. ഞാൻ ഫസ്റ്റ് പറയുന്നത് ഓം സൂര്യായ നമഃ എന്നാണ്. വളരെ സാവകാശത്തിൽ പറയുക. സൂര്യൻ എനിക്ക് ആത്മബലം തരുന്നു. അപ്പോൾ ഈ യാത്ര മുഴുവൻ ഞാൻ എന്നെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. സൂര്യൻ എനിക്ക് ആത്മബലം തരുന്നു. വളരെ സാവകാശത്തിൽ. ഇനി ഇവിടെ നോക്കിയിട്ടെടുക്കാം, അതല്ലെങ്കിൽ ബാക്ക് ഹെഡിൻ്റെ മൂവ്മെൻറ്റും വേണമെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഏതാണ് എളുപ്പം? ചിലർക്കിപ്പോൾ ബാക്ക് ഹെഡിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുന്നതായിരിക്കും എളുപ്പം, അല്ലെങ്കിൽ മൂക്കിൻ്റെ തുമ്പ് ശ്രദ്ധിക്കുന്നതായിരിക്കും എളുപ്പം. എന്തായാലും വളരെ മൈന്യൂട്ടായിട്ടുള്ള മൂവ്മെൻറ്റ് നമ്മൾ എടുക്കുന്നുള്ള മറ്റാരും ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഇനി രണ്ടാമത്തെ ചാൻറ്റിങ് ഓം ചന്ദ്രായ നമഃ. ചന്ദ്രൻ എൻ്റെ ശരീരത്തിലെ ജലത്തിലേക്ക് ഒരു മനഃശക്തി ശേഖരിക്കുന്നു. ഒരു മനഃശക്തി എനിക്ക് ഈ ജലത്തിലേക്ക് ചന്ദ്രൻ്റെ പ്രകാശത്തിൽ നിന്ന് ശേഖരിക്കുവാനായിട്ട് സാധിക്കും. ഇതെല്ലാ പ്രകാശങ്ങളും ഈ ഭൂമിക്ക് ചുറ്റും ഉണ്ട്. എല്ലാ പ്രകാശങ്ങളും അടങ്ങിയ ഒരു കടൽ, ഒരു പ്രകാശത്തിൻ്റെ ഒരു കടൽ എനിക്ക് ചുറ്റുമുണ്ട് എന്ന് ഉള്ളതൊരു സത്യം തന്നെയാണ്. അതൊരു സങ്കല്പമല്ല, ഒരു സത്യം തന്നെയാണ്. നിരവധി പ്രകാശങ്ങളുടെ ഒരു കടലിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചുറ്റും ഈ പ്രകാശങ്ങളെല്ലാം ഉണ്ട്. അതിൽ ഓരോന്നിനെയായിട്ട് ഞാൻ എന്നിലേക്ക് കൊണ്ടുവന്ന് ശേഖരിക്കുകയാണ്. അപ്പോൾ മൂന്നാമത് പറയുന്നത് ചൊവ്വ അല്ലെങ്കിൽ ഓം കുജായ നമഃ. കുജൻ എൻ്റെ രക്തത്തെ ശക്തിപ്പെടുത്തുന്നു, എനിക്ക് രക്തബലം തരുന്നു, എനിക്ക് പോരാട്ടവീര്യം തരുന്നു, എനിക്ക് ധൈര്യം തരുന്നു. ഞാൻ എന്ത് കാര്യത്തിനാണ് പോകുന്നത് ആ കാര്യം ഭംഗിയായി ചെയ്ത് തിരിച്ചു വരാനുള്ള ഒരു ശക്തി എൻ്റെ രക്തത്തിലേക്ക് ഞാൻ ഈ ചുവന്ന പ്രകാശ രൂപത്തിൽ സ്വീകരിക്കുകയാണ്. അടുത്തത് ഓം ബുധായ നമഃ. ബുധൻ എൻ്റെ ബുദ്ധിയെ, ഓർമ്മയെ, ഇതിനെ രണ്ടിനെയും ശക്തിപ്പെടുത്തുന്നു. അത് എൻ്റെ വെളുത്ത രക്താണുക്കളിലേക്ക് ഒരു വെണ്മയായ പ്രകാശമായി ശേഖരിക്കപ്പെടുന്നു. അത് എനിക്ക് ക്ഷമയും സഹനശക്തിയും സ്നേഹവും കാരുണ്യവും എല്ലാം നൽകുന്നു. അടുത്തത് ഓം ഗുരുവേ നമഃ. ഒരു നീലനിറത്തിലുള്ള പ്രകാശം എൻ്റെ ബ്ലഡ് പ്ലാസ്മയിലേക്ക് ശേഖരിക്കപ്പെടുന്നു. അതെനിക്ക് വളരെ സംയമനം തരുന്നു, സമചിത്തത തരുന്നു, ശാന്തത തരുന്നു. അടുത്തത് ഓം ശുക്രായ നമഃ. ശുക്രനിൽ നിന്ന് വരുന്ന വെള്ളി നിറത്തിലുള്ള ഒരു പ്രകാശം ഞാൻ എന്നിലേക്ക് സ്വീകരിച്ച് അതെൻ്റെ അസ്ഥികളിലേക്കും പേശികളിലേക്കും വ്യാപിപ്പിച്ച് അസ്ഥികളെയും പേശികളെയും എല്ലാം ഞാൻ ബലപ്പെടുത്തുന്നു. എൻ്റെ കാലിൻ്റെ അസ്ഥികൾക്കൊക്കെ നല്ല ബലമുണ്ട്, ചാരിയിരിക്കുന്ന ബാക്ക് ബോണിന് നല്ല ബലമുണ്ട്, കൈകൾക്ക് നല്ല ബലമുണ്ട്. ഇത് എന്നെ വളരെയേറെ ശക്തിപ്പെടുത്തുന്നു. അടുത്തത് ഓം ശനീശ്വരായ നമഃ. ശനീശ്വരൻ എൻ്റെ ശരീരത്തിലെ 72,000 നാഡികളെയും ശക്തിപ്പെടുത്തുന്നു. എൻ്റെ ശരീരത്തിലെ എല്ലാ ഊർജ്ജസഞ്ചാര പാതകളെയും അത് ബ്ലോക്ക് ഇല്ലാതെ ആക്കിത്തരുന്നു. എനിക്ക് നല്ല വിശ്രമം, നല്ല ശാന്തത, ഇതെല്ലാം എനിക്ക് തരുന്നു. വളരെ സുഖകരമായ ഒരു ശാരീരികമായ ഒരു അവസ്ഥ എനിക്ക് തരുന്നു. ഇനി തിരിച്ച് റൊട്ടേഷൻസ് ആൻറ്റി ക്ലോക്ക്വൈസ് ആകാം. ഇങ്ങനെ ഓം രാഘവേ നമഃ. എന്നിലെ കാമക്രോധ മോഹലോഭ അഹങ്കാരങ്ങളാകുന്ന വിഷാംശങ്ങളെയെല്ലാം ഞാൻ എന്നിൽ നിന്ന് അവാഹിച്ചെടുത്ത് ഒരു നാഗരൂപത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനെ ശാന്തമാക്കുന്നു. അത് വേറെ ആരിലേക്കും പടരാതെ, പ്രപഞ്ചത്തിൽ സ്പ്രെഡ് ചെയ്യാതെ അതിനെ ഞാൻ പാല് കുഴച്ച് മഞ്ഞപ്പൊടി കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്നു. ഓം കേതുവേ നമഃ. ഇതുപോലെ തന്നെ തിരിച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. അതിനകത്ത് എൻ്റെ ആസക്തികളെ, ഭക്ഷണത്തോടോ പണത്തോടോ സ്ത്രീകളോടോ മദ്യത്തോടോ മയക്കുമരുന്നിനോടോ ഉള്ള എല്ലാ തരത്തിലുള്ള ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളെ, ആസക്തികളെ എന്നിൽ നിന്ന് ഞാൻ നാഗരൂപത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അതിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു.
അടുത്തത് ഓം ഗുളിക്കായ നമഃ എന്ന് പറയാം. പൂർവികരിൽ നിന്ന് എന്നിലേക്ക് വന്നിട്ടുള്ള സകല പാപങ്ങളും സകല തിന്മകളും സകല ശാപങ്ങളും സകല പ്രാക്കുകളും അതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്നൊന്ന് ദുഷിച്ച നോട്ടങ്ങളും എൻ്റെ മനസ്സിനെ ശല്യപ്പെടുത്തുന്ന വാക്കുകളും എൻ്റെ കാതിലും എൻ്റെ എന്താ പറയുക ഉള്ളിലും ഒക്കെ ചെന്ന് എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകല തിന്മയായിട്ടുള്ള കാര്യങ്ങളെയും വിഷാംശം പോലെ ഞാൻ എന്നിൽ നിന്നെടുത്ത് ഈ നാഗരൂപങ്ങളിൽ സമർപ്പിച്ച് അതിനെ പാലൊഴിച്ച് മഞ്ഞപ്പൊടി കൊണ്ട് ശാന്തമാക്കി ലോകത്തിലാർക്കും ഈ എന്നിലെ തിന്മകൾ കൊണ്ട് ഒരു ദോഷവും വരാത്ത തരത്തിൽ ഞാൻ തന്നെ അതിനെയെല്ലാം ശാന്തമാക്കി ഇരിക്കുകയാണ്. ഈ മെഡിറ്റേഷൻ വളരെ സാവകാശത്തിൽ ചെയ്താൽ മതി. വളരെ മൈന്യൂട്ട് ഉറുമ്പ് ഒരു വട്ടത്തിൽ ചുറ്റുന്ന പോലെ ഒരു റൊട്ടേഷൻ, അത് കഴിഞ്ഞൊരു മെഡിറ്റേഷൻ. ഏകദേശം വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഹാഫ് ആൻ അവറോ 1 അവറോ ഈ മെഡിറ്റേഷനിൽ ഇരിക്കാം. ഒരു തവണ മെഡിറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതേ ഭാഗം കൊണ്ട് മെഡിറ്റേഷൻ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം എനർജി ഇൻടേക്കാണ്. അത് സൂക്ഷ്മമായിട്ടുള്ള സങ്കോച വികാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ബോഡി ഹീറ്റിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് ഊർജം ശേഖരിക്കപ്പെടുന്നുണ്ട്. ഈ ഊർജം മറ്റ് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്ത പോലെ ചാർജ് ചെയ്യുന്നൊരു പ്രക്രിയയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും 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 നമ്മളിത് ആവർത്തിക്കരുത്. ഒരു പ്രാവശ്യം ആവർത്തിച്ചാൽ പിന്നെ 10 മിനിറ്റ് നേരം അനങ്ങാതിരുന്ന് ഈ ഊർജ്ജത്തെ ശരീരത്തിനകത്ത് വീണ്ടും വേണമെങ്കിൽ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാം. സൂര്യൻ എനിക്ക് ആത്മശക്തി തരുന്നു, എന്നോടൊപ്പം എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ആത്മശക്തി തരുന്നു. ചന്ദ്രൻ എനിക്ക് മനഃശക്തി തരുന്നു, അതുപോലെ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും. അങ്ങനെ ഓരോ മെഡിറ്റേഷനും വീട്ടിലുള്ള എല്ലാവർക്കും എന്ന് ചേർത്ത് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ മെഡിറ്റേഷൻ്റെ സമയം കൂടുതൽ എടുക്കുകയും അത് കൂടുതൽ പ്രയോജനകരമായി തീരുകയും നമുക്ക് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൂടി ഈ സമയത്തെ, ഈ യാത്രയുടെ സമയത്തെ ഉപയോഗിക്കാനും സാധിക്കും. ഇങ്ങനെ മെഡിറ്റേഷൻ എടുത്ത് യാത്ര ചെയ്യുന്ന വ്യക്തികൾക്ക് വലിയ ക്ഷീണമൊന്നും യാത്ര കഴിയുമ്പോൾ അനുഭവപ്പെടുകയില്ല. കാരണം നമ്മൾ റോഡിലേക്ക് നോക്കിയിട്ട് കുണ്ടിനെയും കുഴിയേയും പഴി പറയുകയും അല്ലെങ്കിൽ വഴി കാണുന്ന കാഴ്ചകൾ അലോസരപ്പെടുത്തുന്ന കാഴ്ചകളും പിന്നെ മറ്റു പലതരത്തിലുള്ള ചിന്തകളും ഒന്നും ഈ സമയം നമ്മളെ ബാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശാന്തമായിരുന്ന ഉറങ്ങുന്ന ഒരു വ്യക്തിയെ പോലെ. എന്നാൽ ഇത് പോക്കറ്റടിക്കാനൊന്നും ആൾക്കാർക്കൊന്നും നമ്മളെ തൊടാൻ പോലും സാധിക്കുകയില്ല. കാരണം നമ്മൾ ഇത് പൂർണ്ണമായ ഉറക്കമല്ല, നമ്മൾ സകലതും അറിയുന്നുണ്ട്. പക്ഷേ എന്നാൽ അതിലേക്ക് പോകുന്നില്ല. നമ്മളുടെ ഉള്ളിലേക്ക് മനസ്സിനെ, ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ഒരുമിച്ചിരുന്നുകൊണ്ട് നമ്മളതിനെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ വളരെ വിജിലൻ്റ് ആയിരിക്കും ഇരിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. ശ്രദ്ധിക്കാതെ തന്നെ ഒന്ന് ടച്ച് ചെയ്താൽ കൂടി നമ്മൾ ഈ അവസ്ഥയിൽ അറിയുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതുകൊണ്ടിങ്ങനെ ഉറങ്ങിപ്പോകുമെന്നോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയിട്ട് നമ്മളെ വിളിച്ചുണർത്തേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ ആ സമയം അനുസരിച്ച് മാത്രമേ ഈ ശരീരം ഇങ്ങനെ അവസ്ഥയിലിരിക്കുകയുള്ളൂ. അല്ലാതെ ഉറങ്ങിപ്പോവുകയുമല്ല. എന്നാൽ ഉറങ്ങിയതിൻ്റേതായ നല്ലൊരു സുഖം ശരീരത്തിനും മനസ്സിനും കിട്ടുകയും ചെയ്യും. ആ സമയം വേസ്റ്റ് ആയില്ലല്ലോ എന്ന ഒരു സംതൃപ്തിയും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിൽ സന്തോഷമുണ്ട്. നന്ദി.